നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. രണ്ടാം മോദി സർക്കാർ രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ വസതിയിലെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. കാവൽ പ്രധാനമന്ത്രിയായി തുടരാൻ നരേന്ദ്രമോദിയോട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. 17ാം ലോക്സഭ പിരിച്ചുവിടാൻ കേന്ദ്ര മന്ത്രിസഭ ശുപാർശ ചെയ്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഡൽഹിയാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ എത്തി നിൽക്കുന്നത്. ഡൽഹിയിലാണ് അതിനിർണായകമായ യോഗങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരാനിരിക്കുകയാണ്. മാത്രമല്ല NDAയുടെ യോഗവും ഡൽഹിയിൽ ചേരുന്നുണ്ട്. എന്താണ് ഈ യോഗങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇന്ന് ഇതിൽ തന്നെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് ഒന്ന്, ഈ സഖ്യകക്ഷികൾ, അതിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ എത്തി നിൽക്കുന്നത്. ഏതൊക്കെ നേതാക്കൾ നിലവിൽ ഈ യോഗത്തിനായി ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്? യോഗം എപ്പോൾ ആരംഭിക്കും? രണ്ട് മുന്നണികളുടെയും യോഗം 2 മണിക്കൂർ ഇടവേളകളിലായിട്ടാണ് ഡൽഹിയിൽ നടക്കാനായിട്ട് പോകുന്നത്. 4 മണിക്ക് NDAയുടെ യോഗം ചേരും. അതിനുശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേരും. വളരെ നിർണായകമാണ് ഈ യോഗങ്ങൾ എന്ന പ്രവിധിയുടെ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതിന് ശരിവെക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. NDA പക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരും ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രദ്ധേയമായിട്ടുള്ള ഒരു അസാന്നിധ്യം അജിത് പവാറിൻ്റെതാണ്. ബാരാമതിയിൽ ഉണ്ടായ പരാജയത്തിൻ്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന വിവരമാണ് ഇതുവരെ വരുന്നത്. അതിനിടെ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ രാജിവെച്ചു. ഈ മൂന്നാമത് അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് ഈ രാജി കത്ത് പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ വീട്ടിലെത്തി അത് കൈമാറിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെത്തിയ പ്രധാനമന്ത്രിയോട് കാവൽ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ 3 ദിവസത്തോളം കാവൽ സർക്കാരായി തുടരാനായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ രാഷ്ട്രപതി നൽകിയിരിക്കുന്നത്. 17ാം ലോക്സഭ പിരിച്ചുവിടാനായിട്ടുള്ള നിർദ്ദേശവും ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശുപാർശ ഇതിനകം തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കൈമാറുകയും രാഷ്ട്രപതി ഭവന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ നടപടികൾ, രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, 17ാം ലോക്സഭ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി 18ാം ലോക്സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളാണ്. ഈ 17ാം ലോക്സഭ ഡിസോൾവ് ചെയ്യുന്ന മുറയ്ക്ക് 18ാം ലോക്സഭ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാകും. അതിന് സമാന്തരമായിട്ട് തന്നെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനാണ് ഇപ്പോൾ NDA തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേരുന്ന NDA യോഗത്തിൽ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. അതിനുശേഷം എല്ലാ കക്ഷികളും രാഷ്ട്രപതി ഭവനിലെത്തി അവരുടെ പിന്തുണ കത്ത്, BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനുള്ള പിന്തുണ കത്ത് രാഷ്ട്രപതിക്ക് കൈമാറും. തുടർന്നായിരിക്കും രാഷ്ട്രപതി സർക്കാർ ഉണ്ടാക്കാനായി വീണ്ടും നരേന്ദ്രമോദിയെ ക്ഷണിക്കുക. ഇന്നത്തെ NDA യോഗത്തിൽ ഇതടക്കമുള്ള തീരുമാനങ്ങൾ, ഈ സർക്കാർ രൂപീകരിക്കാൻ അടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടായിരിക്കും സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക. എന്നാൽ അനൌദ്യോഗികമായിട്ട് ചില ചർച്ചകൾ NDAയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. അത് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മന്ത്രിസഭയുടെ ഘടന ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെ BJPക്ക് ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നായിരിക്കില്ല. മറിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇതിനകം ആവശ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രബാബു നായിഡുവും ഒപ്പം നിതീഷ് കുമാറും രംഗത്ത് എത്തിയിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡു സ്പീക്കർ പദവിയും ഒപ്പം 3 ക്യാബിനറ്റ് റാങ്കും 2 സഹമന്ത്രി പദവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിതീഷ് കുമാറും സമാനമായിട്ട് സ്പീക്കർ പദവി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും 3 ക്യാബിനറ്റ് പദവിയും 3 സഹമന്ത്രി പദവും അടക്കമുള്ള ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിൽ BJP ഉഭയകക്ഷി ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളും. സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ കൈമാറില്ല എന്ന് BJP ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം ഇവ BJP തന്നെ കൈയാളും. കൃഷി ഒരുപക്ഷെ ജനതാദൾ യുണൈറ്റഡിന് നൽകിയേക്കും. ഒപ്പം റെയിൽവേയും അവർക്ക് നൽകാനായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പാസ്വാന് ഭക്ഷ്യ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലയായിരിക്കും നൽകുക എന്നുള്ളതും ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. 4 മണിക്ക് NDA യോഗം നടക്കും. 6 മണിക്ക് നടക്കുന്ന ഇന്ത്യ മുന്നണി യോഗം ഏത് സാഹചര്യത്തിലും BJP അധികാരത്തിലെത്തുന്നതിന് തടയുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിലാണ് ചേരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങൾ NDA മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മറ്റു തുടർ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാകും ഇന്ത്യ മുന്നണി യോഗം പ്രാധാന്യം നൽകുക. ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഒരു ചെയർമാൻ ഇല്ല. മാത്രമല്ല, പുതിയ ലോക്സഭ യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് കോൺഗ്രസിന് അർഹതയുണ്ടാകും. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് ഒരു സംവിധാനം വേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധാനം എങ്ങനെ വേണം, കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർലമെന്ററി സംവിധാനം എങ്ങനെ വേണം എന്നതടക്കമുള്ള ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുകയാണ്. ചില കക്ഷികളെ, ഇരുഭാഗത്തെയും ചില കക്ഷികളെ പരസ്പരം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. പ്രവിധ. ആർ രാധാകൃഷ്ണൻ വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്. അവിടെ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ നടക്കുകയാണ്. സർക്കാർ രൂപീകരണ ചർച്ചയുമായി ഇരു മുന്നണികളും നിർണായക യോഗത്തിനുള്ള ഒരുക്കത്തിലാണ്. വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദവുമായി ഇന്ത്യ സഖ്യവും BJP വിരുദ്ധ സർക്കാർ രൂപീകരിക്കുമെന്ന് തേജസ്വി യാദവ് വ്യക്തമാക്കി. സമയമാകുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും തേജസ്വി യാദവ് പറഞ്ഞു. आज का दर्जा मिले और जो आरक्षण की सीमाएं जब महागठबंधन सरकार थी बिहार में जो 75% बढ़ाया उसको शेड्यूल लाइन में डाला जाए और हम लोग जो देश ने मेरा देश महान है और देश की जनता ने मोदी जी को हराया है तो हम उनको देशवासियों को धन्यवाद देते हैं और तानाशाही के खिलाफ वोट किया गया है, संविधान लोकतंत्र को बचाने के लिए वोट किया गया है। तो हमको लगता है कि अभी जनता जो है मालिक है और हम लोगों को अब जो बैठक है शाम में उसके बाद देखते हैं क्या निर्णय होता है। മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച് ദേവേന്ദ്ര ഫട്നവിസ് സംഘടനാ ചുമതലകളിലേക്ക് മാറ്റണമെന്ന് BJP കേന്ദ്ര നേതൃത്വത്തോട് ഫട്നവിസ് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതിന് പിന്നാലെ NCP അജിത് പവാർ വിഭാഗം NDAയോട് ഇടഞ്ഞു. സഖ്യകക്ഷികൾ കാലുവാരി എന്നതാണ് ആക്ഷേപം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, മഹാരാഷ്ട്രയിൽ കനത്ത പ്രഹരമാണ് NDA കേൾക്കേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഫട്നവിസിന്റെ രാജി കൊണ്ട് മാത്രം തീരുന്നതാണോ? എന്താണ് അവിടുത്തെ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ? അല്പസമയം മുമ്പാണ് BJPയുടെ സംസ്ഥാനത്തെ കോർ കമ്മിറ്റി യോഗം BJP ആസ്ഥാനത്ത് അവസാനിച്ചത്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് തന്റെ രാജി സന്നദ്ധത അറിയിച്ചത്. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്നതാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത്. നിലവിൽ സംസ്ഥാന അധ്യക്ഷനല്ല ദേവേന്ദ്ര ഫട്നാവിസ്, എന്നാൽ പോലും പാർട്ടിയുടെ ഒരു അവസാന വാക്കായി സംസ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്ന ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഹൈക്കമാൻഡിനോട് ഇക്കാര്യം ആവശ്യപ്പെടും. ഈ സർക്കാരിലെ ഗവൺമെന്റിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കി പാർട്ടിയുടെ സംഘടനാ തലത്തിലേക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ തനിക്ക് കഴിയണം. അങ്ങനെ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ തിരിച്ചടിയിൽ നിന്ന് പാർട്ടിയെ കരകയറ്റണം. അതിനാണ് തൻ്റെ ഇനിയുള്ള ശ്രമമെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് രാജി സന്നദ്ധത അദ്ദേഹം അറിയിക്കുമ്പോൾ പോലും അതിലൊരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടായാൽ മാത്രമേ അദ്ദേഹം ഏതായാലും രാജിവെക്കാൻ പോകുന്നുള്ളൂ. അതേസമയം തന്നെ BJPക്കൊപ്പം തന്നെ മറ്റു സഖ്യകക്ഷികൾക്കിടയിൽ NDAയ്ക്കുള്ളിൽ വലിയൊരു അതൃപ്തി ഈ ഘട്ടത്തിൽ പുകയുന്നുണ്ട്. ഇതിപ്പോൾ NDAയുടെ യോഗം ദില്ലിയിൽ നടക്കുമ്പോൾ അവിടെ അജിത് പവാർ പോകാതെ വിട്ടുനിൽക്കുകയാണ്. അജിത് ഈ പ്രചാരണ കാലത്ത് തന്നെ BJPയുമായി ശിവസേനയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ വിവിധ ഘട്ടങ്ങളിൽ പ്രചാരണം എത്തിയപ്പോൾ നാസിക്കിലും താനെയിലും കല്യാണിലും ഒന്നും തന്നെ അജിത് പവാർ പങ്കെടുത്തില്ല. മുംബൈയിലെ റാലിയിൽ മാത്രമാണ് പങ്കെടുത്തത്. പലപ്പോഴും അദ്ദേഹം ആശയവിനിമയം റദ്ദാക്കി മൊബൈൽ ഫോണൊക്കെ ഓഫാക്കി വെച്ച് മാറി നിൽക്കുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിരുന്നു. പല മണ്ഡലങ്ങളിലും ബാരാമതി അടക്കം തന്റെ ഭാര്യ മത്സരിച്ച മണ്ഡലത്തിലടക്കം വലിയ തോൽവി നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമായി മാറിയിട്ടുണ്ട്. മറുവശത്താവട്ടെ താൻ മത്സരിച്ച തൻ്റെ അമ്മാവനായ ശരത് പവാർ അവിടെ 8 സീറ്റുകൾ അദ്ദേഹത്തോടൊപ്പം നിന്നവർ നേടിയെടുത്തപ്പോൾ ഒരേ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്തു. അവിടെ പോലും റായ്ഗഡിൽ NCP അജിത് പവാർ വിഭാഗം വിജയിച്ചപ്പോൾ പോലും അത് ശരത് പവാർ വിഭാഗത്തിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് എന്നുള്ള പ്രചാരണം പ്രാദേശിക തലത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് തൻ്റെ മുന്നണിയിൽ നിന്ന് ഒരു സഹായം കിട്ടിയില്ല എന്നുള്ള അതൃപ്തിയാണ് അജിത് പവാറിനുള്ളത്. ഒപ്പം തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകളിലും അതിദയനീയമായി തന്നെ അവഗണിച്ചു എന്നൊരു പരിഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 4 സീറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ നൽകിയത്. മറുവശത്ത് ശരത് പവാർ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുകയും കൂടുതൽ സീറ്റുകൾ വിജയിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ അജിത്തിന്റെ കാര്യം വളരെ മോശമാവുകയാണ്. ഏതായാലും അജിത് പവാർ തിരിച്ചു വന്നേക്കുമെന്നുള്ള സൂചനകൾ ശരത് പവാർ ക്യാമ്പ് നൽകുന്നുണ്ട്. 18ഓളം
MLA-മാരുമായി തങ്ങൾ ആശയവിനിമയം തുടങ്ങിയെന്ന് രോഹിത് പവാർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. BJP-യും അജിത് പവാറിനൊപ്പമുള്ള MLA-മാരെ പിടികൂടാൻ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തി എന്നൊരു ആരോപണവും അദ്ദേഹം നടത്തുന്നുണ്ട്. ഏതായാലും അജിത് പവാറിന് അടുത്ത നീക്കങ്ങൾ എന്ത് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ തിരിച്ചു വരികയാണെങ്കിൽ അത് BJP-ക്ക് സംസ്ഥാനത്ത് NDA മുന്നണി എന്നുള്ള നിലയ്ക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറും. പ്രവിത. ശരി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. തിരക്കിട്ട നീക്കങ്ങൾ മഹാരാഷ്ട്രയിലും നടക്കുകയാണ്. എന്തായാലും അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ ചരിത്ര ജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് നരേന്ദ്രമോദിയുമായി നാളെ ചർച്ച നടത്തും. തകർപ്പൻ ജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, സുരേഷ് ഗോപിയുടെ ജയം BJP-യെ സംബന്ധിച്ച് അത്ര ചെറുതായ ഒരു ജയമല്ല. വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇരട്ടി മധുരമായി അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ള സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ടല്ലോ. അതിലൊരു ഉറപ്പ് വരുത്തുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് റോഡ് ഷോ നടക്കാനിരിക്കുന്നുണ്ട്. ഏതൊക്കെ പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കൾ എത്തുന്നുണ്ട് തൃശ്ശൂരിലേക്ക്? പ്രവിത, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളതായിരുന്നു BJP-യുടെ തൃശ്ശൂരിലെ പ്രചരണ വാക്യം തന്നെ. അത് എന്തായാലും വിജയത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP-യെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണ് തൃശ്ശൂരിൽ നേടിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. 3 മണിക്കാണ് റോഡ് ഷോ പറഞ്ഞിരുന്നത്. 1 മണിക്കൂറോളം വൈകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് തിരിക്കും. അതിനുശേഷം 4:30 കൂടിയാകും തൃശ്ശൂരിലെ റോഡ് ഷോ നടക്കുക. 25,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു വലിയ റോഡ് ഷോയ്ക്ക് തന്നെയാണ് BJP പദ്ധതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തൃശ്ശൂരിലേക്ക് എത്തും. കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് കൂടി അദ്ദേഹം എത്തുന്നുണ്ട്. നാളെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക ചർച്ച നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതുമാണ്. വലിയ വിജയപ്രതീക്ഷ അന്ന് തന്നെ വെച്ച് പുലർത്തിയിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ BJP പ്രതീക്ഷിച്ച വഴിയിലൂടെ തന്നെ തൃശ്ശൂരിൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തൃശ്ശൂർ കാണുന്ന ഏറ്റവും വലിയ BJP-യുടെ ഒരു ആഹ്ലാദ പ്രകടനമായി ഇന്നത്തെ ഈ റോഡ് ഷോ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, രാജ്യതലത്തിലെ തന്നെ പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കൾ ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലേക്ക് എത്തും. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ നേതാക്കൾ എത്തിത്തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ 3 മണിക്ക് റോഡ് ഷോ ഉണ്ടാവില്ല എന്നുള്ളതും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. 4:30 എന്തായാലും വലിയ BJP-യുടെ ഒരു കടലായി തന്നെ തൃശ്ശൂർ നഗരം മാറുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ നീങ്ങും. പ്രവിധ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ തൃശൂരിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക രാഷ്ട്രീയത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം BJP-JDS സഖ്യത്തിന്റെ ഭാവി എന്ത് എന്നതാണ്. പ്രജ്വൽ രേവണ്ണ വിവാദം NDA-ക്ക് ലഭിക്കേണ്ട സീറ്റുകളുടെ എണ്ണം കുറയാൻ കാരണമായെന്ന വിലയിരുത്തലാണ് പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. കന്നഡ മണ്ണിൽ 2019 BJP ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയത് 28-ൽ 25 സീറ്റുകൾ. JDS സഖ്യം കൂടിയായതോടെ അതേ ആധിപത്യം ഇത്തവണയും തുടരാനാകുമെന്നായിരുന്നു BJP-യുടെ പ്രതീക്ഷ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്നുവന്ന JDS നേതാക്കൾ ഉൾപ്പെട്ട ലൈംഗിക അതിക്രമ കേസും വിവാദവും NDA ക്യാമ്പിനെ പിടിച്ചുലക്കി. എക്സിറ്റ് പോളുകളിൽ തരംഗം പ്രവചിച്ചെങ്കിലും പ്രതീക്ഷിച്ച പല സീറ്റുകളും BJP-ക്ക് നഷ്ടമായി. പ്രജ്വൽ രേവണ്ണ കേസ് വ്യാപകമായി ചർച്ചയായതിനുശേഷം വോട്ടെടുപ്പ് നടന്ന 14 മണ്ഡലങ്ങളിൽ 7ഇടത്ത് കോൺഗ്രസ് അട്ടിമറി വിജയം നേടി. ഇത് BJP അണികളിലും ഒരു വിഭാഗം നേതാക്കളിലും കടുത്ത അതൃപ്തിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇരു പാർട്ടിയിലെയും പ്രവർത്തകർ തമ്മിൽ ഐക്യമില്ലാത്തത് പ്രചാരണ ഘട്ടത്തിൽ തന്നെ നേതൃത്വത്തിന് തലവേദനയായിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ പ്രതിസന്ധി. അതേസമയം പരമ്പരാഗതമായി JDS-നൊപ്പം നിന്നിരുന്ന വൊക്കലിഗ വോട്ട് ബാങ്ക് സഖ്യത്തിലൂടെ NDA പാളയത്തിലെത്തി എന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ ബംഗളൂരു റൂറൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വൊക്കലിഗ വോട്ടുകൾ നിർണായകമായെന്നും JDS അവകാശപ്പെടുന്നു. എന്തായാലും ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ BJP-JDS സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ കർണാടകയിൽ സജീവമാണ്. 24 ബംഗളൂരു. വോട്ടെണ്ണലിനിടെയുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ ഓഹരി വിപണിയിൽ വീണ്ടും കുതിപ്പ്. സെൻസെക്സ് 2000 പോയിന്റിലേറെ ഉയർന്നു. നിഫ്റ്റി 22,500-ന് മുകളിലാണ്. എല്ലാ മേഖലകളും നേട്ടത്തിലാണ്. ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നുണ്ട് ഫൈനാൻഷ്യൽ ഡെസ്കിൽ നിന്നും. ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഓഹരി വിപണി വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുന്നത്. അതിനുശേഷം ഫലപ്രഖ്യാപനം, ഓഹരി വിപണി മൂക്കുകുത്തുന്നു, വീണ്ടും ഒരു ഉയർച്ച. അങ്ങനെ ചെറിയ രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങൾ പോലും ഓഹരി വിപണിയിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ എന്താണ്?
അതെ, പ്രവൃത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ പോലും ഓഹരി വിപണിയിൽ ബാധിക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ കുത്തനെ ഉയരുകയായിരുന്നു ഓഹരി വിപണി. സെൻസെക്സ് 76,000 പോയിന്റ് കടക്കുന്നു, നിഫ്റ്റി 23,000 പോയിന്റ് കടക്കുന്നു. വലിയ നേട്ടം എല്ലാ മേഖലകളിലും ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് അംബാനി, അദാനി എന്ന് പറയുന്ന വ്യവസായികളുടെ ഓഹരികൾ, അതായത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളും അതേപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിന്റെ ഓഹരികളും ഒക്കെ വലിയ ഉയരത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഇലക്ഷൻ ഫലം വന്നപ്പോൾ ഒരു സുസ്ഥിരമായ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന സൂചനകളൊക്കെ വന്നപ്പോഴേക്കും ഓഹരി വിപണിയിൽ വലിയ ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. വിപണി 70,000-ന് താഴെ പോകുന്ന ഒരു കാഴ്ച വരെ ഇന്നലെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ 40 ലക്ഷം കോടിയോളമാണ് ഇന്നലെ വിപണിയിൽ നിന്ന് മൊത്തം വിപണി മൂല്യത്തിൽ നിന്ന് കുറവുണ്ടായത്. നിക്ഷേപകർക്ക് ഒരു 30 ലക്ഷം കോടിയോളം നഷ്ടമായി എന്നും ഇന്നലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു ടെൻഡൻസിയാണ് ഇന്ന് മറികടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സ്ഥിരമായ ഒരു ഗവൺമെന്റ് വരും. അതിൽ മറ്റു പാർട്ടികളുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും NDA സർക്കാർ തന്നെ വരുമെന്ന സൂചനകൾ വരുന്നു. അക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന സൂചനകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വിപണി ഒരു നേട്ടത്തിലാണ്. 2156 പോയിന്റ് ഉയർന്ന് 74,235 എന്ന നിലയിലാണ് ഇപ്പോൾ സെൻസെക്സിൽ വ്യാപാരം. അല്പസമയത്തിനകം ക്ലോസിംഗ് ഉണ്ടാവും. ഇനി ദേശീയ ഓഹരി വിപണിയാണെങ്കിലും 22,580 എന്ന് പറയുന്ന വളരെ സേഫ് ആയിട്ടുള്ള ലെവലിലാണ്. 695 പോയിന്റ്, 700-ഉം 900-ഉം ഒക്കെ ഇന്ന് കൂടിയിരുന്നു. ഇപ്പോൾ 695 പോയിന്റ് ഉയർന്ന് 22,580-ലാണ് വ്യാപാരം നടക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം കൂപ്പുകുത്തിയ ബാങ്കിംഗ് ഓഹരികളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് വലിയ നേട്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടറും അതേപോലെ നേട്ടത്തിലാണ്. ഇന്ന് നേട്ടത്തിലല്ലാത്ത മേഖലകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. FMCG നോക്കിയാലും ബാങ്ക് നോക്കിയാലും ഓട്ടോ ഓഹരികൾ നോക്കിയാലും മെറ്റൽ ഓഹരികൾ നോക്കിയാലും ഇതെല്ലാം ഇന്ന് നേട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുസ്ഥിരമായ ഒരു ഗവൺമെന്റ് വരുന്നു എന്നൊരു തോന്നലുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയം, മന്ത്രിസഭയിലെ ഘടന എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനത്തിൽ പലിശ നിരക്ക് കുറയുമോ, ഇതെല്ലാം അടിസ്ഥാനമാക്കി വരും ദിവസങ്ങളിലും വിപണികളിൽ ചാഞ്ചാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി ബജറ്റൊക്കെ വന്നതിന് ശേഷം ആയിരിക്കും വിപണി ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പ്രവിത. ശരി ക്രിസ്റ്റീന, എന്തായാലും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി സർക്കാർ അധികാരത്തിലെത്തും, BJP സർക്കാർ തന്നെ അധികാരത്തിൽ എത്തും എന്നുള്ള ആ ഒരു സൂചന പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും ഒരു ഉണർവ് ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിയവർക്ക് ആശ്വസിക്കാം. ക്രിസ്റ്റീന ചെറിയാനാണ് ഫൈനാൻഷ്യൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മലയാളികൾക്ക് അഭിമാന നേട്ടം. മുഴുവൻ മാർക്കും നേടി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 4 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഒന്നാമതായി. അഖിലേന്ത്യാ തലത്തിൽ ചരിത്ര നേട്ടത്തിനൊപ്പം കേരളത്തിലെ ആദ്യ 15 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. 720-ൽ 720 മാർക്കോടെ രാജ്യത്തെ ഒന്നാം സ്ഥാനക്കാരായത് ബ്രില്യന്റിലെ 4 വിദ്യാർത്ഥികൾ. തൃശൂർ കൊരട്ടി സ്വദേശികളായ ഡോക്ടർ രാജേഷ് എസിന്റെയും ഡോക്ടർ ദീപാകൃഷ്ണന്റെയും മകൻ ദേവദർശൻ, കണ്ണൂരിലെ ഡോക്ടർ ദമ്പതികളായ ഷർമിൾ ഗോപാലിന്റെയും പ്രിയ PGയുടെയും മകൻ ശ്രീനന്ദ് ഷർമിൾ, കൊല്ലം അടിച്ചനല്ലൂർ സ്വദേശിയായ വാട്ടർ അതോറിറ്റി റിട്ടയർ ഉദ്യോഗസ്ഥൻ വിജയകുമാറിന്റെയും സ്കൂൾ പ്രിൻസിപ്പൽ ജയയുടെയും മകൻ അഭിഷേക് VJ, കോഴിക്കോട് ചേവായൂരിലെ ഡോക്ടർ ദമ്പതികളായ സുനിൽ പ്രസാദ് RSന്റെയും വിനീത VSന്റെയും മകൻ അഭിനവ് സുനിൽ പ്രസാദ് എന്നിവരാണ് ഒന്നാം റാങ്ക് പങ്കിട്ടത്. കൂടാതെ കേരളത്തിൽ നിന്നുള്ള ആദ്യ 15 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 715 മാർക്കിന് മുകളിൽ നേടിയ 15 വിദ്യാർത്ഥികളും 700-ന് മുകളിൽ സ്കോർ ചെയ്ത 190 വിദ്യാർത്ഥികളും ബ്രില്യന്റിലൂടെ രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ മെഡിക്കൽ പഠനത്തിന് അവസരം ഉറപ്പിച്ചിരിക്കുകയാണ്. 24 കോട്ടയം. ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ചുവെന്ന് NDA സ്ഥാനാർത്ഥി V മുരളീധരൻ. NDAയ്ക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 7% വോട്ട് കൂടുതൽ ലഭിച്ചു. പിണറായി വിജയൻ സർക്കാരിനോടുള്ള അമർഷം വോട്ടിൽ പ്രതിഫലിച്ചുവെന്നും V മുരളീധരൻ പറഞ്ഞു. ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പവും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പവും നിന്ന മുഴുവൻ വോട്ടർമാർക്കും നന്ദി പറയാൻ ഞാൻ ആദ്യമായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 65,277 വോട്ടിൻ്റെ വർധനവാണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 7%-ലധികം വോട്ടിൻ്റെ വർധനവ്. 2,46,502-ൽ നിന്ന് 3,11,779-ലേക്ക് NDAയുടെയും BJPയുടെയും വോട്ട് വർദ്ധിപ്പിച്ചു.
കേരള റവന്യൂ റിക്കവറി നിയമത്തിൽ സുപ്രധാന ഭേദഗതി വരുത്താനുള്ള ബില്ലിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നികുതി കുടിശ്ശികയുടെ പലിശ ഈടാക്കുന്നത് കുറയ്ക്കുക, ജപ്തി ഭൂമിയുടെ വിൽപ്പന വിവരങ്ങൾ ഓൺലൈനായി പ്രസിദ്ധീകരിക്കുക, റവന്യൂ റിക്കവറിയിൽ തവണകൾ അനുവദിക്കാൻ സർക്കാരിന് അനുമതി നൽകുക എന്നിവയാണ് പ്രധാന ഭേദഗതികൾ. ഈ മാസം 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിക്കും. അഡ്വക്കേറ്റ് ബോസ് അഗസ്റ്റിനെ PSC അംഗമായി നിയമിക്കാൻ ഗവർണർക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതോടെ ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു.